മെസൊപ്പൊട്ടേമിയൻ ഗണിതവും അതിന്റെ പ്രയോഗങ്ങളും. ആമുഖം. നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന മെസൊപ്പൊട്ടേമിയ ഗണിതശാസ്ത്രത്തിലെ ആദ്യകാല മുന്നേറ്റങ്ങളുടെ ആസ്ഥാനമായിരുന്നു. ടൈഗ്രിസ്, യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള പ്രദേശത്ത് ഇന്നത്തെ ഇറാഖ് സ്ഥിതി ചെയ്യുന്ന മെസൊപ്പൊട്ടേമിയയിലെ ജനങ്ങൾ ആധുനിക ഗണിതത്തിനും ജ്യാമിതിക്കും ബീജഗണിതത്തിനും അടിത്തറയിട്ട ഗണിതശാസ്ത്ര ആശയങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഈ സ്ക്രിപ്റ്റ് മെസൊപ്പൊട്ടേമിയൻ ഗണിതത്തിന്റെ ഉത്ഭവം, പ്രധാന സംഭവവികാസങ്ങൾ, പ്രയോഗങ്ങൾ എന്നിവയും സമകാലിക സമൂഹത്തിൽ അതിന്റെ സ്വാധീനവും പര്യവേക്ഷണം ചെയ്യും. 1. ഉത്ഭവവും സംഖ്യാ സംവിധാനങ്ങളും. മെസൊപ്പൊട്ടേമിയൻ ഗണിതശാസ്ത്രം ഏകദേശം ക്രി. മു. 3000 സുമേറിയക്കാരുടെ കാലത്താണ്. ഉപയോഗിച്ച പ്രാഥമിക സംഖ്യാ സമ്പ്രദായം ഒരു സെക്സേജസിമൽ ബേസ് 60 സിസ്റ്റമായിരുന്നു. അത് ഇന്നും ഞങ്ങളുടെ 60 സെക്കൻഡ് മിനിറ്റിലും 360 ഡിഗ്രി സർക്കിളിലും പ്രകടമാണ്. യൂണിഫോം സ്ക്രിപ്റ്റ് ആലേഖനം ചെയ്ത കളിമൺ ഗുളികകൾ വിവിധ പ്രായോഗിക ആവശ്യങ്ങൾക്കായി ഈ സംവിധാനത്തിന്റെ വിപുലമായ ഉപയോഗം വെളിപ്പെടുത്തുന്നു. സ്ഥാന നൊട്ടേഷൻ. ബേസ് 10 സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി മെസൊപ്പൊട്ടേമിയക്കാർ 60ന്റെ ശക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥല മൂല്യ വ്യവസ്ഥയെ ആശ്രയിച്ചു. ചിഹ്നങ്ങൾ. അവയുടെ സംഖ്യാ ചിഹ്നങ്ങൾ 59 വരെയുള്ള സംഖ്യകളെ പ്രതിനിധീകരിക്കുന്നതിന് വെഡ്ജാകൃതികളുടെ സംയോജനമായിരുന്നു. രണ്ട്. പ്രായോഗിക പ്രയോഗങ്ങൾ. മെസൊപ്പൊട്ടേമിയൻ ഗണിതത്തിന് നിരവധി പ്രായോഗിക ഉപയോഗങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആഴത്തിൽ സമന്വയിപ്പിച്ചിരുന്നു. ചില പ്രധാന ആപ്ലിക്കേഷനുകൾ ചുവടെ. അഗ്രികൾച്ചർ ആൻഡ് ലാൻഡ് മാനേജ്മെന്റ്. ഭൂമി അളക്കൽ. മെസൊപ്പൊട്ടേമിയക്കാർ നികുതിക്കും വിതരണത്തിനുമായി വയലുകളുടെയും പ്ലോട്ടുകളുടെയും പ്രദേശങ്ങൾ കണക്കാക്കി. ജലസേചന സംവിധാനങ്ങൾ. കാര്യക്ഷമമായ ജലസേചന കനാലുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ജലപ്രവാഹം അളക്കുന്നതിനും അവർ ഗണിതശാസ്ത്രം ഉപയോഗിച്ചു. വിളവ് പ്രവചനങ്ങൾ. വിളകളുടെ വിളവ് കണക്കാക്കുന്നതിനും വിഭവങ്ങൾ അനുവദിക്കുന്നതിനും അടിസ്ഥാന ഗണിതശാസ്ത്രം ഉപയോഗിച്ചു. വ്യാപാരവും വാണിജ്യവും. ഭാരവും അളവുകളും. അളവെടുപ്പിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ വ്യാപാരത്തിന് നിർണായകമായിരുന്നു. പലിശ കണക്കുകൂട്ടലുകൾ. വായ്പകളുടെയും ഇടപാടുകളുടെയും പലിശ കണക്കാക്കുന്നതിനുള്ള ആദ്യകാല രീതികൾ അവർ ആവിഷ്കരിച്ചു. അക്കൗണ്ടിംഗ്. ഗണിതശാസ്ത്ര കണക്കുകൂട്ടലുകൾ ഉപയോഗിച്ച് സാധനങ്ങൾ, ഇടപാടുകൾ, നികുതികൾ എന്നിവയുടെ സങ്കീർണമായ രേഖകൾ സൂക്ഷിച്ചു. ജ്യോതിശാസ്ത്രവും കലണ്ടറുകളും. ചന്ദ്ര കലണ്ടറുകൾ. കാർഷിക, മതപരമായ ആവശ്യങ്ങൾക്കായി ഒരു ചാന്ദ്ര കലണ്ടർ സൃഷ്ടിക്കാൻ മെസൊപ്പൊട്ടേമിയക്കാരെ ഗണിതശാസ്ത്രം സഹായിച്ചു. ജ്യോതിശാസ്ത്ര പ്രവചനങ്ങൾ. ഗ്രഹചലനങ്ങളുടെ നിരീക്ഷണങ്ങൾക്ക് കണക്കുകൂട്ടലുകൾ ആവശ്യമാണ്. ഇത് ആദ്യകാല ത്രികോണമിതിയുടെ വികാസത്തിലേക്ക് നയിച്ചു. 3. ജ്യാമിതിയും ബീജഗണിതവും. മെസൊപ്പൊട്ടേമിയക്കാർ ജ്യാമിതിയിലും ബീജഗണിതത്തിലും പയനീർമാരായിരുന്നു. ആധുനിക പാഠപുസ്തകങ്ങളിൽ കാണുന്നതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മെസൊപ്പൊട്ടേമിയക്കാർ ഗണിതശാസ്ത്രത്തിലെ പുതുമയുള്ളവരായിരുന്നു. അവരുടെ സംഭാവനകൾ അവരുടെ കാലത്തെ മറികടന്നു. ഗണിതശാസ്ത്രം, ജ്യാമിതി, ബീജഗണിതം എന്നിവയിലെ അവരുടെ പ്രവർത്തനം കൃഷി, വ്യാപാരം, ജ്യോതിശാസ്ത്രം എന്നിവയിലെ പ്രായോഗിക പ്രയോഗങ്ങളുമായി സംയോജിപ്പിച്ച് ഭാവിയിലെ മുന്നേറ്റങ്ങൾക്ക് കളമൊരുക്കി. ഇന്ന് അവരുടെ പാരമ്പര്യം യഥാർത്ഥ ലോകത്ത് ഗണിതത്തെയും അതിന്റെ പ്രയോഗങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്നത് തുടരുന്നു. അടുത്ത ലക്കത്തിൽ ആഫ്രിക്കയിലെ ഗണിതശാസ്ത്ര മുന്നേറ്റത്തെക്കുറിച്ച് വിവരിക്കാൻ. അതുവരെ ബൈ. സി യു അഗൈൻ.